നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സെൻട്രൽ കേരള സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന CBSE സ്കൂൾ കലോത്സവം വിസ്മയ 2014 സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ സ്കൂളിന്റെ ഓഫീസിൽ ചൊവ്വാഴ്ച രാത്രിയിൽ മോഷണം. ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും മോഷ്ടാക്കൾ കവർന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അനുവദിച്ച തുക തൊടുപുഴയിൽ വിതരണം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉൾനാടൻ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മത്സ്യസമൃദ്ധിയുടെ ഭാഗമായ മത്സ്യകൃഷി പഞ്ചായത്ത് തല ഉദ്ഘാടനം മുട്ടത്ത് നടന്നു. അർക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. വാർത്തകൾ വിശദമായി. സെൻട്രൽ കേരള സഹോദയ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന CBSE സ്കൂൾ കലോത്സവം വിസ്മയ് 2014 സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധി കലാവാസനകളുള്ള സർഗശേഷിയുള്ള ആളുകൾ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നു. പക്ഷേ ഈ കലാവാസനകളെ, ആ തരത്തിലുള്ള സർഗശേഷിയെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സാധിക്കുന്നിടത്താണ് അങ്ങനെയുള്ള ശേഷിയുള്ള ആളുകളെ നല്ല കലാകാരന്മാരും കലാകാരികളുമൊക്കെയാക്കി മാറ്റുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു പക്ഷേ ഒരിക്കലും അവസരം കിട്ടാതെ പോയതിന്റെ പേരിൽ ഗായകന്മാരായി തീരാത്തവർ, അതുപോലെ നാട്യ കലകളിൽ പ്രാവീണ്യം തെളിയിക്കാൻ പറ്റാതെ പോയവർ, ചിത്രകാരന്മാരാകാൻ പറ്റാതെ പോയവർ, അങ്ങനെ ഒട്ടനവധി ശേഷിയുള്ള ആളുകൾ ആ തരത്തിൽ അവരുടെ ജീവിതത്തിൽ എങ്ങും എത്താത്തവരായി തീർന്നിട്ടുണ്ട്. അവരൊക്കെ ആരും അറിയാത്തവരായി നമ്മളുടെ ഇടയിൽ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യും. അവർക്കൊക്കെ ഒരുപക്ഷെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് പോലെ ഇതുപോലൊരു വേദിയിലേക്ക് അവരെ പിടിച്ചു നിർത്തുന്നതിന് അധ്യാപകർ, അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് മാതാപിതാക്കൾ, അവർക്ക് അവരുടെ കഴിവുകൾ ആ തരത്തിൽ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ വേദികളൊക്കെ ലഭിച്ചിരുന്നു എങ്കിൽ നമ്മളുടെ ഇടയിൽ അവരൊക്കെ വലിയ കലാകാരന്മാരായി ആ തരത്തിൽ അനശ്വരരായി തീരുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും അവസരം കിട്ടാതെ പോയ ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. സിനിമാ താരം ടിനി ടോം മുഖ്യാതിഥിയായിരുന്നു. ഇതോടനുബന്ധിച്ച് ടിനി ടോമിന്റെയും സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും കലാവിരുന്ന് നടന്നു. ഫാദർ സിജൻ പോൾ ഊന്നുകലിൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ബെന്നോ CMC, മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, കൗൺസിലർ നജി ഷാഹുൽ ഹമീദ്, റവറൻ സിസ്റ്റർ ഡിവോഷ്യ CMC, ഫാദർ മാത്യൂസ് നന്ദലത്ത്, ബോബി ജോസഫ്, തോമസ് കുട്ടി കുര്യൻ, ഗിരീഷ് ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. തൊടുപുഴ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ സ്കൂളിന്റെ ഓഫീസിൽ ചൊവ്വാഴ്ച രാത്രിയിൽ മോഷണം നടന്നു. ഓഫീസിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും മോഷണം പോയിട്ടുണ്ട്. ഓഫീസിലും പുറത്തും മോഷ്ടാവ് മണ്ണ് വലിച്ചെറിയുകയും കൂടാതെ അമോണിയം ക്ലോറൈഡ് മുറിക്കുള്ളിൽ വിതറുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ കെമിസ്ട്രി ലാബിൽ നിന്നുമാണ് അമോണിയം ക്ലോറൈഡ് എടുത്തതെന്ന് കരുതുന്നു. ഓഫീസിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 70,000 രൂപയുടെ നഷ്ടമുണ്ടായതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പോകുമ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. എല്ലാം സേഫായിട്ട് പൂട്ടിയിട്ട് പോയതായിരുന്നു. രാവിലെ വരുമ്പോഴാണ് ഓപ്പൺ സ്കൂളിൻ്റെ കാര്യാലയം പ്രവർത്തിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ മണ്ണ് കണ്ടമാനമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ 10 മണിക്ക് ഇവർ വന്ന് ഓഫീസ് തുറക്കുന്ന സമയത്താണ് ഓഫീസ് പൊളിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്, പൂട്ട് തുറന്ന് കിടക്കുന്നതായിട്ട് കാണുന്നത്. അകത്ത് നോക്കിയപ്പം കമ്പ്യൂട്ടർ സിസ്റ്റവും മറ്റുമെല്ലാം പോയിട്ടുണ്ട്. എന്തോ കെമിക്കൽ ലാബിൽ നിന്ന് കൊണ്ടുവന്ന് എവിടുന്നോ കെമിക്കൽ കൊണ്ടുവന്ന് തൂളിയിട്ടുണ്ട്. മണ്ണും എല്ലാം ബദറിയിട്ടുണ്ട്. തൊടുപുഴ പുളിയൻമല സ്റ്റേറ്റ് ഹൈവേയിൽ വാഹനാപകടം. മുട്ടം മൂലമറ്റം റോഡിൽ SNDP ഗുരുമന്ദിരത്തിന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ കാറിൽ ജീപ്പിടിച്ചാണ് അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കാർ 20 അടി താഴ്ചയിലേക്ക് കുത്തനെ പതിച്ചു. കാറിന് സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്.
മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അനുവദിച്ച തുക വിതരണം ചെയ്തു. മുനിസിപ്പൽ പ്രദേശത്ത് 36 പേർക്കായി അനുവദിച്ച 5,80,000 രൂപയാണ് വിതരണം ചെയ്തത്. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക്, മാറാരോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് ഒരു സാന്ത്വനമേകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഗവൺമെൻറ് തുടങ്ങി വെച്ച ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ജനസമ്പർക്ക പരിപാടി. ആ പരിപാടിയിൽ ഇത് 3ാം ഘട്ടമാണ് ഇന്ന് ചികിത്സാ സഹായ വിതരണം നൽകുന്നത്. ആദ്യം 1,00,000 രൂപയും അതിനുമേലേക്കുള്ള തുക കൊടുക്കുകയും 2ാം ഘട്ടമായി 50,000 രൂപ വരെയുള്ള തുക കൊടുക്കുകയും 3ാം ഘട്ടമായി 20,000 രൂപയും അതിന് താഴേക്കുള്ള തുകയുമാണ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കാരുണ്യയിലൂടെയും അതേപോലെ തന്നെ മറ്റ് മാറാരോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ കാണുകയും ആ രോഗത്തിൻ്റെ തോതനുസരിച്ചുള്ള തുക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഏറ്റവും കരുണീയമായ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് ഈ ലോകത്തിൻ്റെ ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവാർഡ് വരെ നേടിക്കൊടുക്കുവാൻ ഇടയായ ഈ സംവിധാനം തുടർന്നും വരും. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അടുത്ത ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും നമ്മുടെ പ്രദേശത്ത് നിന്ന് ഈ കാലഘട്ടത്തിൽ വന്ന രോഗം ബാധിച്ച ആളുകൾക്ക് തുടർന്നും സഹായം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങട്ടെ. അല്ലെങ്കിൽ അതിനുവേണ്ടി വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ, കൗൺസിലർമാരായ TJ ജോസഫ്, റോളി സെബാസ്റ്റ്യൻ, MA കരീം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പണിക്കൻകുടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. PTA പ്രസിഡന്റ് മുരളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ആന്റണി മുനിയറ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് സിദ്ധു മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ KG സ്മിത, NR കണ്ണൻ, റോയ് സെബാസ്റ്റ്യൻ, KR ഷൈജു, ആസാദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ചിലപ്പോഴൊക്കെ ചില പരിമിതികളുണ്ടാകും. ആ പരിമിതികളെ അതിജീവിച്ചിട്ട് നമുക്ക് കൂടുതൽ വളരാനും ഉയരാനും ഒക്കെ കഴിയുന്നുണ്ട്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നാളെ ലോക അന്ധദിനമാണ്, കാഴ്ചയില്ലാത്തവരുടെ ദിവസം. എന്താണ് കാഴ്ചയില്ലാത്തവരുടെ ദിവസത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ചോദിച്ചാൽ, ഉൾനാടൻ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മത്സ്യസമൃദ്ധിയുടെ ഭാഗമായ മത്സ്യകൃഷി പഞ്ചായത്ത് തല ഉദ്ഘാടനം മുട്ടത്ത് നടന്നു. മത്സ്യകൃഷിക്കാരനായ ബിൻസി പുതുപ്പറമ്പലിന്റെ കൃഷിയിടത്തിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉൾനാടൻ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായ മത്സ്യകൃഷി പഞ്ചായത്ത് തലത്തിൽ നടത്തിവരുന്നു. 150-ൽ കൂടുതൽ മത്സ്യ കർഷകർ പഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് തല മത്സ്യകൃഷി ബിൻസി പുതുപ്പറമ്പിലിൻ്റെ പുരയിടത്തിൽ ഇന്ന് ഉദ്ഘാടനം നടത്തുകയുണ്ടായി. ഇതിലൂടെ കർഷകർക്ക് നല്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിവരുന്ന ഈ മത്സ്യകൃഷി സമൃദ്ധി കർഷകരെ കൂടുതൽ വരുമാനത്തിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് മുട്ടം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. മത്സ്യകൃഷി പഞ്ചായത്ത് കോർഡിനേറ്റർ തങ്കച്ചൻ കണ്ണമ്പിള്ളിക്ക് നൽകിക്കൊണ്ടാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോയ് ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷേർലി അഗസ്റ്റിൻ, മെമ്പർമാരായ ഷീല സന്തോഷ്, ഷെബിൻ ജെയിംസ്, രാജേഷ് കെ, സജി ഇടയ്ക്കൽ, കുട്ടിയമ്മ മൈക്കിൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ശാന്തൻപാറ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ റൂറൽ ക്രാഫ്റ്റ് വിഭാഗം ആഭരണ നിർമ്മാണത്തിലും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും നേട്ടങ്ങൾ കൈയടക്കുന്നു. പേപ്പർ കൊണ്ട് മനോഹരമായി രൂപകൽപ്പന ചെയ്യുന്ന 100 കണക്കിന് ആഭരണങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് മുഖ്യ ആകർഷണമാണ്. കമ്മലുകൾ, മാലകൾ, നെക്ലേസുകൾ എന്നിവയുടെ വൈവിധ്യമാർന്ന രൂപങ്ങൾ ഇവിടെ കാണാൻ കഴിയും. വനിതകൾക്ക് 2 ആഴ്ചത്തെ പരിശീലനം നൽകി ക്വില്ലിംഗ് ആർട്ട് എന്ന് വിളിക്കുന്ന ആഭരണ നിർമ്മാണ കോഴ്സ് ഇവിടെ നടത്തുന്നുണ്ട്. റേച്ചൽ സ്ക്രേയാണ് റൂറൽ ക്രാഫ്റ്റ് വിഭാഗത്തിൽ പരിശീലനം നൽകുന്നത്. ക്വില്ലിംഗ് ആർട്ട് ഇത് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവർ തന്നെ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണിത്.
ഇതിൻ്റെ പരിശീലനവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് നിശ്ചയിക്കുന്നത് ഇതിന് എത്ര സമയം എടുക്കുന്നു, പിന്നെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അതനുസരിച്ചാണ് പ്രൈസ് നിശ്ചയിക്കുന്നത്. 1 മന്ത് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഈ സാധനങ്ങൾ. പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ്, കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം എന്നിവയിലും ഇവിടെ നിന്ന് പരിശീലനം ലഭിക്കും. പരിശീലനം ലഭിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. അറക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്രിജിറ്റ് സിറിയക് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ആരോഗ്യമാണ് സമ്പത്ത്. നിങ്ങളെല്ലാവരും പണം സമ്പാദിക്കാനാണ് മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ എന്തുമാത്രം സമ്പാദിക്കാവോ അത്രയും സമ്പാദിക്കുക. 1 മണിക്കൂർ പോലും കളയാതാണ് നിങ്ങൾ പണി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ വന്ന് നോക്കുന്നതിന് ഒന്നും ഒട്ടും പഠിക്കണ്ട. ധൈര്യപൂർവ്വം ഇവിടെ വന്ന്, എപ്പോഴും ഇവിടെ സന്നദ്ധരായ ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്. ആ പുള്ളിക്കാരൻ സൈഡിലൊക്കെയാണ് സിസ്റ്റർ പറയുന്നത്, അവിടെ പോയി ഇവർ പല ചെക്കിങ്ങളൊക്കെ നടത്തി പല രോഗങ്ങളും കണ്ടുപിടിക്കാനൊക്കെ ഇടയായി. ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല യാത്രാ സൗകര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വരാൻ മടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസർമാരോട് പറയുക. അപ്പോൾ അവരെന്തെങ്കിലും മാർഗം സ്വീകരിക്കും. കൊണ്ടുവരാനും പരിശോധിപ്പിക്കാനും ബാക്കി കാര്യങ്ങൾ നടത്തണം. ആരും മടിച്ചിരിക്കരുത്. രോഗം വന്നാൽ അതിനെ സൂചിക്ക്, പണ്ട് കാരണന്മാർ പറയും സൂചിക്ക് എടുക്കേണ്ടത് തൂമ്പയ്ക്ക് എടുക്കുക. അതിനെ വരുത്തരുത്. സൂചിക്ക് എടുക്കേണ്ടത് നമുക്ക് സൂചിക്ക് തന്നെ എടുക്കുക. അങ്ങനെ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരെ തീരട്ടെ. എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ പരിശോധിച്ചാൽ ബാക്കി കാര്യം. ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ KC ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ M. ഉമൈ, NC വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എളന്തേശം PHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രഭാകരൻ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യാത്രക്കാരെ ദുരിതത്തിലാക്കിക്കൊണ്ട് തൊടുപുഴ KSRTC ഡിപ്പോയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുകയാണ് ഈ വെയിറ്റിംഗ് ഷെഡ്. യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് KSRTCയുടെ കാത്തിരിപ്പ് കേന്ദ്രം. മഴയും വെയിലും യാത്രക്കാരെ ബാധിക്കാതിരിക്കാനാണ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത്. എന്നാൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല എന്നുള്ള സ്ഥിതിയാണിപ്പോൾ. രാത്രിയിൽ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരാണ് ദുരിതം പേറുന്നതിലധികവും. 15 പേർക്ക് മാത്രം നിൽക്കാനും ഇരിക്കാനും സാധിക്കുന്ന രീതിയിലാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. എന്നാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ബസ്സുകളിൽ കയറ്റിവിടുന്ന ചരക്കുകളും ലോഡുകളും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇറക്കിയിടുന്നതും യാത്രക്കാർക്ക് തടസ്സമാകുന്നുണ്ട്. 2 കമ്പികൾ 4 സിമന്റ് കട്ടകൾക്ക് മുകളിൽ നിരത്തിയാണ് KSRTC യാത്രക്കാർക്ക് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം 4 തൂണുകളിൽ മേൽക്കൂര സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രം വിനയായി മാറിയിരിക്കുകയാണ്. കാത്തിരിപ്പ് കേന്ദ്രം എന്നുള്ള ഫ്ലെക്സ് ബോർഡും അല്പം ചരിച്ചു വെച്ചിരുന്നെങ്കിൽ യാത്രക്കാരുടെ പ്രശ്നത്തിന് അല്പമെങ്കിലും പരിഹാരം ഉണ്ടാകുമായിരുന്നു. മഴയത്ത് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് കയറി നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തിയിട്ടില്ല. കണ്ടക്ടർമാർ പോലും മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്തുകിടക്കുന്ന ബസ്സുകളിലാണ് അഭയം പ്രാപിക്കാറുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി നിൽക്കാൻ പോലും ഇപ്പോഴുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സാധിക്കുന്നില്ല എന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. യാത്രക്കാരുടെ സംരക്ഷണത്തിനായി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം കൂടുതൽ രാത്രികാല സർവീസുകൾ ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാകും. ഇപ്പോൾ രാത്രികാല ബസ് സർവീസുകളെ ആശ്രയിക്കുന്നവർക്കാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. KSRTC ഉദ്യോഗസ്ഥരോട് ഇതേപ്പറ്റി പറയുമ്പോൾ നിഷേധപൂർവമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അത്യാധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡിന്റെ പണി പുരോഗമിക്കുന്നതിനാലാണ് ഷെഡ് താൽക്കാലികമായി നിർമ്മിച്ചത്. ഇനി പുതിയൊരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് സർക്കാരിന് എന്തിന് അധിക ബാധ്യത വരുത്തിവെക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം. KSRTC അനുദിനം ഹൈടെക് ആകാൻ ശ്രമിക്കുന്നതോടൊപ്പം ടോയ്ലറ്റ്, കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. VBC ന്യൂസ്, തൊടുപുഴ.